പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ മുതൽ ശ്രീ ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകളും പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റും ട്വിറ്റർ പോസ്റ്റും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നലെ തന്നെ ഈ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ജാഥയെ ആസാമിൽ വെച്ച് തടഞ്ഞ് ക്ഷേത്ര ദർശനത്തിന് പോലും അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ബഹുമാനപ്പെട്ട ശശി തരൂർ ഇത്തരത്തിൽ ഫേസ്ബുക്കിലേക്കും ട്വിറ്ററിലൂടെയും എല്ലാം പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ അദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനെയും പ്രാപ്തിയെയും ആരും തള്ളിപ്പറയുന്നില്ല. പക്ഷേ ഈ പൊളിറ്റിക്കലൈസേഷൻ കൃത്യമായി ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നു, സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ അതുമായി സഹകരിക്കുന്നില്ല എന്ന് പ്രസ്താവിച്ച കോൺഗ്രസ്, വൈകിയാണെങ്കിലും പറഞ്ഞ കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി തന്നെയല്ലേ ഈ ശശി തരൂർ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ ഇടപെടലുകളെല്ലാം. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ആദ്യം ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചു. അഥവാ മുസ്ലിം സമുദായം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവര് തന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകത്തിന്റെ പൊരുൾ എന്താണ്? മുസ്ലിം സമുദായം തന്നെ അന്തസ്സോടെ ഈ മസ്ജിദിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ അത് പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന രൂപത്തിലേക്ക് വരുന്നു. സ്ഥാപിക്കപ്പെട്ട ഈ ക്ഷേത്രവുമായി ബന്ധം അല്ല, അദ്ദേഹം പറയുന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. ആരുടെ അഭിപ്രായം? ആര് പൊളിച്ചു മാറ്റണം? ഒന്ന് ചോദിച്ചോട്ടെ, 1528 ബാബറി മസ്ജിദ് സ്ഥാപിച്ചതിന് ശേഷം എന്നാണ് അതിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. 1855 വിവാദമുണ്ടായത് ഹനുമാൻഗഡ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ താഴികക്കുടത്തിന് താഴെ കൃത്യമായി രാംലല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ മറ്റൊന്നും 18-ാം നൂറ്റാണ്ട് 1800 അവസാന ഘട്ടം വരെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. 1949 അത്തരത്തിൽ ബാലനായ രാമന്റെ ഒരു വിഗ്രഹം അവിടെ വന്നത്. പിന്നെ 1986 അത് തുറന്നു കൊടുക്കുന്നു, 89 ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, 92 അത് തച്ചു തകർക്കുന്നു. അപ്പൊ കൃത്യമായി സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ശേഷം സംഘപരിവാർ അജണ്ടയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള പൂർത്തീകരണമാണ് ബാബറി മസ്ജിദ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായതെന്ന് നമുക്ക് 1949 മുതൽ 92 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം നല്ല ബോധ്യമുള്ള ഒരു വിശ്വപൗരനാണ് പറയുന്നത്. സ്വയം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അത് പൊളിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ആര് ചർച്ച, എന്ത് ചർച്ച? ഈ 2 ദിവസമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചയുടെ ഭാഗമായിട്ടല്ലേ ഇതുണ്ടായത്? ഇത് കോൺഗ്രസിന്റെ പ്രത്യക്ഷ നിലപാടിന് വിരുദ്ധമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾക്കും ലീഗ് പ്രതിനിധികൾക്കും എല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നയമാണോ ഇവിടെ ശശി തരൂർ ഉയർത്തിപ്പിടിക്കുന്ന നയം എന്നത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യണം. ഇപ്പോഴും അദ്ദേഹം രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും അതിന്റെ പൊളിറ്റിക്കലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഉയർത്തിപ്പിടിക്കുന്ന അതേ നിലപാട് തന്നെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും ട്വീറ്റും എല്ലാം മാറുകയാണ്. അതുകൊണ്ട് ഗൗരവമായി ഇത് ശരിക്കും 2 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വരികയാണ്. ഇതിലും കടുത്ത നിലപാട് സ്വീകരിച്ച ആളായിരുന്നു ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത ബിശ്വ ശർമ്മ. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായി BJPയെ പരസ്യമായി ആക്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ഹേമന്ത ബിശ്വ ശർമ്മ എവിടെയാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ജാഥയെ തടയുവാനും മറ്റു തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പല കോൺഗ്രസ് നേതാക്കന്മാരും ശക്തമായിട്ടുള്ള മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായിരുന്നവർ പടിപടിയായി BJPയായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ സാഹചര്യം കണ്ട് ബോധ്യപ്പെടുമ്പോൾ ഇപ്പൊ പാർലമെന്റിലും മുഖ്യമന്ത്രിമാരുടെ എണ്ണം എടുത്തു നോക്കിയാലും MLA-മാരുടെ എണ്ണം എടുത്തു നോക്കിയാലും BJP ആയി മാറിയ കോൺഗ്രസ് നേതാക്കന്മാരെ നിരവധി നമുക്ക് കാണാം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഏറ്റവും നിർണായകമായ സാഹചര്യത്തിൽ ഒരു വിശ്വപൗരനായി വിശേഷിപ്പിക്കപ്പെടുന്ന ശശി തരൂരിന്റെ പ്രസ്താവന മതനിരപേക്ഷവാദികളിൽ വളരെയധികം സംശയവും അതുപോലെ തന്നെ വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഗൗരവത്തോടെ ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.